ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫാസ്റ്റ്. നിഫ്റ്റി ഐ തിങ്ക് ഇത് ഒരു 1 വീക്കായി ഈ ഒരു ചാനൽ പോലത്തെ ഞാൻ ബ്ലാക്ക് ചാനൽ കൊടുത്തിട്ടുണ്ട്. 1 വീക്കായിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. സ്റ്റിൽ മാർക്കറ്റ് അതിൻ്റെ അകത്താണ്. ഓക്കെ, സ്റ്റിൽ മാർക്കറ്റ് അതിൻ്റെ അകത്താണ്. ഇനി മാർക്കറ്റ് അതിൻ്റെ അകത്ത് തന്നെയാണ്. മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്കമിങ് ടൈമിലാണ് അതിൻ്റെ ക്ലിയറിറ്റി കിട്ടുകയുള്ളൂ. മാർക്കറ്റ് ഏത് സൈഡാണ് ബ്രേക്ക് ഔട്ട് തരാൻ പോകുക, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തരാൻ പോവുക. ഈ ചാനലല്ല, ബട്ട് എലിറ്റ് വ്യൂ തിയറിയിൽ എന്താ ഇതുള്ളത്? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. എലിറ്റ് വ്യൂ തിയറി എന്താണ്? കറക്ഷൻസ്, റൈറ്റ്? കറക്ഷൻസ് ആണ് ഇപ്പോൾ പോയി. എനിവേ, നമുക്ക് ഇന്നലെ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് തിരക്കായി, വീഡിയോ ലേറ്റായിരുന്നു. ബട്ട് ഇന്ന് യെസ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. കറക്ഷൻസ് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇവിടെ ഇരിക്കട്ടെ. യെസ്, ഇവിടെ നിന്നാണ് മുകളിൽ നിന്ന്. ഇത് ABC കറക്ഷനാണ്. താഴേക്ക് അതിൻ്റെ 1, 2, 3, 4 ആൻഡ് 4ത്തിൻ്റെ ഈ ബൗൺസ് ഇവിടെ വരെ. ഇന്നലത്തെ വീഡിയോ കണ്ടില്ല, ഒന്നുകൂടി കാണണം. ഞാൻ എന്താ പറഞ്ഞായിരുന്നു? മാർക്കറ്റ് ട്രാപ്പിംഗ് ആണ്, സ്ട്രക്ചർ ബുളിഷ്നെസ് ഇതിൻ്റെ അഭാവം വരുള്ളൂ. ഡയറക്റ്റ്ലി ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് എക്സാക്ട്ലി ഗ്യാപ് ഡൗൺ ആയി. ഓക്കെ, ഗ്യാപ് ഡൗൺ ആയിട്ട് പ്രൈസ് നേരെ താഴേക്കാണ്. എന്തായിരുന്നു റീസൺ നമുക്ക് ക്ലിയർ ആയിട്ട് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ അതിൻ്റെ ആൻസർ കൂടി കിട്ടും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, മുകളിലേക്ക് പോവുക ഇത്തിരി ടഫാണ്, കൺഫ്യൂഷനാണ്. എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ന്യൂ ആയിട്ട് ചേർന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് നല്ലപോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ചാൻസസ് ഉണ്ട്. റീസൺ എന്താ? 1, 2, ഇത് ഫുൾ 3, 4 ആൻഡ് 5 എവിടെയാണ്? ഇത് 4 ആണെങ്കിൽ 5 ഇതാണെങ്കിൽ സ്ട്രക്ചർ ടു കൺഫ്യൂസിങ് ആണ്. സോ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഇത് ബ്രേക്കായ, ഈ സപ്പോർട്ട് ബ്രേക്കായാൽ, ഇതായിരുന്നു ഞാൻ ഇന്നലെ ഷെയർ ചെയ്തത്. ഇത് ബ്രേക്കായ പ്രൈസ് എന്തായിരിക്കും? വീക്കായിരിക്കും, റൈറ്റ്? ബട്ട് ഓപ്പണിംഗ് തന്നെ വീക്ക്നെസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റെഗുലേഴ്സ് ഐ തിങ്ക് എല്ലാവർക്കും അല്ല, ബട്ട് യെസ് ചില പേർക്ക് ഐ തിങ്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഇത് ഓവറോൾ എന്തായിരുന്നു സ്ട്രക്ചർ ഞാൻ പറഞ്ഞത്? 4 ബ്രേക്കായ വീക്ക്നെസ് ആയി. ഓക്കെ, ബട്ട് ഈ ഒരു ലാസ്റ്റ് ലെഗ് ഉണ്ട്, ഈ സിംഗിൾ ലെഗ് ഉണ്ട്. നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കൗണ്ട് ചെയ്യും. ഇത് 1, 2, 3, ഇത് 4 ആൻഡ് 5th ഓൺ ഗോയിങ് ആണ്. ലാസ്റ്റ് ലെഗാണ്. സോ അതിൻ്റെ 4th ഏതാണ്? ഇത്. സോ ഇത് ബ്രേക്കായ വീണ്ടും വീക്ക്നെസ് അല്ലേ? ഓവറോൾ ഇത് 4th ആണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ. ഇതിൻ്റെ ലെഗ് ഇത് ഡയഗണൽ പാറ്റേൺ വരെ ഞാൻ കാണിച്ചായിരുന്നു. 1, 2, ഇത് 3, ഇത് 4 ആണ്, ഇത് 5 ആണ്. ഇതിൻ്റെ 4 ബ്രേക്കായ അപ്പോഴും വീക്ക്നെസ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ആയത് ഗ്യാപ് ഡൗൺ ആണ്. നേരെ 4ൻ്റെ ബിലോ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആയിരുന്നു, റൈറ്റ്? നോക്കിക്കോ, ഓപ്പൺ ഇസിക്കൽ ടു ഹൈ. ഓക്കെ, അതാണ് നമുക്ക് കുറേ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്പൺ ഇസിക്കൽ ടു ഹൈ, റൈറ്റ്? ഇത് റെഡ് ക്യാൻഡിൽ. സോ അവിടെ നിന്ന് തന്നെ മറ്റേത് ബ്രേക്കായി, രണ്ട് ഇത് ബ്രേക്കായി, 2 സപ്പോർട്ട്സ് ബ്രേക്കായി. 2 സപ്പോർട്ടല്ല, 2 വേവിൻ്റെ 2 ലോ ബ്രേക്കായി. ഒന്ന് ഫസ്റ്റ് ഇത് ആൻഡ് ഈ 4th ലോ ഇത് ബ്രേക്കായ. ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ വീക്ക് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് പ്രൈസ് വീക്ക്നെസ്സിൽ പോയി. 5th ഇവിടെ കംപ്ലീറ്റ് ആക്കി, ഓർ 5th ഫെയിലിയർ ആണ്. ബട്ട് നമ്മുടെ കൗണ്ടിങ്ങിൽ ഇവിടെ റോങ് എന്ന് പറയാം, അങ്ങനെയും പറയാൻ പറ്റും. നമ്മുടെ കൗണ്ടിങ് റോങ് ആയിരുന്നു. റീസൺ ക്ലിയർ ചെയ്ത് തരാം. റീസൺ എന്തായിരുന്നു? സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, ഇത് 3, ഇത് 4, ഇത് 5th ആക്കി വരും. എവിടെ 5th ആക്കി? ഈ ഒരു പോർഷൻ തന്നെ 5th ആക്കി. അതാണ് സ്മോൾ ടൈം ഫ്രെയിമിൽ നല്ലപോലെ കൺഫ്യൂസ് ചെയ്യും. സോ നമ്മൾ ബോത്ത് സൈഡ് റെഡി ആവുക. ഓക്കെ, ബോത്ത് സൈഡ് റെഡിയായി നിൽക്കണം. എപ്പോഴും ഫാസ്റ്റ് വേണം. ഇൻട്രാഡേ ആകുമ്പോഴത്തേക്ക് ഫാസ്റ്റ് വേണം. ഓക്കെ, സോ അത് അപ്പോൾ എന്തായി? ഇത് AI, ഇത് B ബൗൺസ് ആയി ആൻഡ് ദെൻ C ഫോൾ ഓൺ ഗോയിങ് ആണ്. ഇത്രയ്ക്ക് ട്രാപ്പ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഇൻട്രാഡേയിൽ. നല്ലപോലെ ട്രാപ്പ് ചെയ്യും. നമ്മൾ റെഡി, നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അപ്പോൾ നമ്മൾ എസ് എൽ പോവുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ട് എങ്ങനെയാണ് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. റിവേഴ്സ് പൊസിഷൻ എടുക്കുക, എക്സാക്ട്ലി ട്രേഡ് എടുക്കുക, ചെയ്യുക. സ്മോൾ എലിറ്റ് വ്യൂ തിയറി എന്ന് പറഞ്ഞാൽ സ്മോൾ SL ആണ്, മനസ്സിലാക്കിയെടുക്കുക. സ്മോൾ SL എന്ന് പറഞ്ഞാൽ തീരെ സ്മോൾ ആയിരിക്കും. അപ്കമിങ് ടൈമിൽ അത് ക്ലിയർ ആക്കി തരാം. നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ എന്തായി? പ്രൈസ് ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രൈസ് ഫോൾ ഓൺ ഗോയിങ് ആണ്. ഓക്കെ,
ഞാൻ അതുകൊണ്ട് എവിടെയും ഇന്നും കൂടുതൽ മെൻഷൻ ചെയ്യാൻ പോയില്ല, എവിടെയും കമൻറ്റ് വീക്ക്നെസ് മാത്രമേ ഞാൻ മെൻഷൻ ചെയ്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ വീക്ക്നെസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ സൈഡ് വേസിൻ്റെ ആൻസർ ഞാൻ എങ്ങനെ തരും? ഇത്രയ്ക്ക് സൈഡ് വേസ് ആകുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് സൈഡ് വേസ് ആയിപ്പോയി. ഇനി നമുക്ക് നാളെ ഡിസ്കഷൻ കിടക്കാം. പ്രൈസ് ഇപ്പോൾ പോയത് 1, ഇത് 2 ആണ്. സെക്കൻഡ് വേവ് ആണോ ഓർ സീലാണോ അത് ഫെർദർ നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി മുകളിൽ നിന്ന് വരുന്ന 4th ഇവിടെ കംപ്ലീറ്റ് ആണെങ്കിൽ 5th ഇതിൻ്റെ ബിലോ പോകുക, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ സപ്പോർട്ട് എക്സാക്ട്ലി 61.80% ആണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിങ്. 81.20% ആണ് ലാസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, ഇത് ബ്രേക്കായ 100% 127 161.80% നമുക്ക് കിട്ടും. ശ്രദ്ധിക്കുക, 127% ആൻഡ് 161.80% നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. എപ്പോഴാണ് ഈ 81.20% ബ്രേക്ക് ആവണം? ഈ ലോ ഓക്കെ, ഈ ലോ ബ്രേക്കായ ഫർദർ ഡൗൺ സൈഡ് ഉണ്ടാകും. ഓക്കെ, പ്രൈസ് വരുന്നത് ഐ തിങ്ക് ABC സ്ട്രക്ചറിലാണ് ഇപ്പോൾ വരുന്നത്. ഇത് 1 2 3 4 3 എനിക്ക് കാണുന്നില്ല. ഇത് നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ഫോളാണ്. പ്രൈസ് മുകളിലേക്ക് പോയത് സ്ലോ ആയിട്ടാണ്. 81.20% അബവ് ആണ്. സോ ഇതെന്ത് പറയാം? ബി പറയാം. ഐ തിങ്ക് ഇത് 4A, ഇത് B ആൻഡ് C. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ എങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ്. ഇന്നത്തെ ഏരിയ 61.80% ആണ് ഇത്. ഓക്കെ, അത് സപ്പോർട്ടാണ് 830. അത് ബ്രേക്കായ 81.80 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഡൗൺ സൈഡ് താഴേക്ക് പ്ലേ ചെയ്യാം 100%. ഇപ്പോൾ ഇവിടെ സ്ലോ ഡൗൺ സൈഡ് പ്ലേ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നാളെ ഫസ്റ്റ് ഓപ്പണിംഗ് നോളം ഗ്യാപ്പ് ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ഇതിൻ്റെ ബില്ലോ ആണോ, ചെറിയ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ഫുൾ ഇവിടെ തന്നെയാണോ, അതാണ് നോക്കാനുള്ളത്. ഡയറക്റ്റ്ലി ഇവിടെ ആണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ബൗൺസ് വരും. ആ ബൗൺസ് ആയിരിക്കും നമുക്ക് ക്ലിയർ. ആ ബൗൺസ് 1 2 3 4 5 ആയിട്ടാണ് പോകുന്നത് ഓർ ABC ആയിട്ടാണ് പോകുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. മസ്റ്റായിട്ട് എല്ലാവരും കൂടി ഇത് കാണണം. ലേൺ വിത്ത് ഫർമാൻ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ഇതാണ് പ്ലേലിസ്റ്റ്. താഴത്തെ ഫോൾഡറാണ് ലേണിംഗ് വീഡിയോസിൽ മസ്റ്റായിട്ട് കാണുന്ന വീഡിയോസാണ്. ഈ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്ന വീഡിയോസാണ്. ലീഡിംഗ് ഡയൽ ആൻറ്റി ഡയലൊക്കെ ഞാൻ 3 കറക്ഷൻ മസ്റ്റ്. പിന്നെ ലീഡിംഗ് ആൻറ്റി ഡയൽ ഇലിറ്റ് വിത്ത് തിയറീസിൻ്റെ ഈ ഒരു 3-4 വീഡിയോസ് ഉണ്ട്. മസ്റ്റായിട്ട് കാണുന്ന പിക്ചർ ക്ലിയർ ആകും. 1-2 പ്രാവശ്യം അല്ല, മിനിമം 3-4 പ്രാവശ്യം കാണേണ്ടി വരും. ഞാൻ ഷെയർ ചെയ്യുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഡിഫറെൻറ്റ് ചാനലിൽ പോയി നോക്കുക, ഇലിറ്റ് വേവ് തിയറി പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഇലിറ്റ് വേവ് തിയറി കുറച്ചുകൂടി ബെറ്ററാണ്, കുറച്ച് ക്ലിയറിറ്റി തരും. എങ്ങനെയാണ് പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറുമോ ഇല്ല എന്ന് അതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആക്കി തരും. എനിക്കത് തന്നെ പറയാനുള്ളതാണ്. റീസൺ ഇലിറ്റ് വേവ് തിയറി ഡെപ്ത് വരെ ബോത്ത് സൈഡിന് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്ത് തരും. സപ്പോസ് ഇപ്പോൾ ഇത് നോക്കിയാൽ പ്രൈസ് ഇവിടുന്ന് പോയത് 5 മൂവ്സിലാണ് മുകളിൽ വരെ പോയി. ഓക്കെ, 1 2 3 4 5 6 7 നിങ്ങൾ അങ്ങനെയല്ലേ കൗണ്ട് ചെയ്യുള്ളൂ. ബട്ട് ഇവിടെ 3rd എക്സ്റ്റൻഷനിലാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, മോസ്റ്റ്ലി ചാൻസസിന് 3rd എക്സ്റ്റൻഷനിലായിരിക്കും. ലേണിംഗ് വീഡിയോ കണ്ടില്ലെങ്കിൽ കാണണം, അതിൽ ഞാൻ പ്രോപ്പർലി പറഞ്ഞേക്കാനാണ്. ഇത് 1, ഇത് 2, ഇത് ഫുൾ 3, ഇത് 4. ഇവിടെ 2nd and 4 ഓൾമോസ്റ്റ് സിമിലറായി. ആൻഡ് ഇത് 5th. ഓക്കെ, ആൻഡ് ഇത് 5th. ഫോർ 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. ഇന്റർണൽ 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. 7 മൂവ്സും ഉണ്ടാകും. അത് പ്രൈസ് എക്സ്റ്റൻഷനിലാണെങ്കിൽ 7 9 11 ആൻഡ് ചിലതിൽ 17 19 21 ഒക്കെ പോകും. അതൊക്കെ ഞാൻ അപ്കമിങ് ടൈമിൽ പറയാം. കാരണം വെച്ചാൽ അത് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആകും. സോ അതുകൊണ്ട് 3rd മാത്രം എക്സ്റ്റൻഷനിലും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഇങ്ങനത്തെ മൂവ്സിലും, ഇന്റർണൽ മൂവ്സിലും. പിന്നെ 5th പോകാൻ ചില സമയത്ത്. ബട്ട് 5th പോകും, അത് നല്ല ട്രാപ്പി ഇതായിട്ട് പോകുള്ളൂ 5th. ഓക്കെ, സോ 3rd മാത്രം നിങ്ങൾ എക്സ്റ്റൻഷനിൽ നോക്കിയാൽ മതി. അത് അപ്കമിങ് ടൈമിലൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സോ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി, 1 വേവ് ഇവിടെ കംപ്ലീറ്റ് ആയി. സോ പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. ഇലിറ്റ് വേവ് തിയറിയിൽ ഗുണം എന്താണെന്ന്, പ്രൈസ് താഴേക്ക് വരുന്നത് നമുക്ക് 2 ടൈപ്പ് സപ്പോർട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. മീൻസ് ഏത് സപ്പോർട്ട് ബെറ്റർ വർക്ക് ചെയ്യും. അതെങ്ങനെ? ഫസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഫിബൊനാച്ചി വെക്കുക. സോ നമുക്ക് ലെവൽസ് കിട്ടിയല്ലോ. ഇലിറ്റ് വേവ് തിയറിയിൽ ലെവൽസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട്. മോസ്റ്റ്ലി ഞാൻ തന്നെ പറയുള്ളൂ, മാക്സിമം ചാൻസസ് ഉണ്ട് പ്രൈസ് എക്സാക്ട്ലി സപ്പോർട്ട് എടുക്കും. ഇടയ്ക്കും സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കുറവാണ്. മീൻസ് ഇപ്പോൾ 61.81.0% ഇതിൻ്റെ ഇടയിൽ പ്രൈസ് അങ്ങനെ റിവേഴ്സ് എടുക്കാൻ ചാൻസസ് കുറവാണ്. എടുക്കും, ബട്ട് അത് ലീഡിങ് ആംഗിൾ പാറ്റേണിൽ എടുക്കും.
അതൊക്കെ ഞാൻ അപ്കമിങ് ടൈമിൽ പറഞ്ഞു തരാം എല്ലാം കൂടി. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഫുള്ള് റേഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് വരും. ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ പ്രൈസ് തിരിച്ച് വരുമ്പോൾ 61.80%, അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടുന്ന് പ്രൈസ് എവറേജ് പ്രൈസിന് എടുത്തോണ്ട് പോകും. 81.20% ടച്ച് ചെയ്യില്ല. അങ്ങനെയൊക്കെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്ക് അപ്കമിങ് ടൈമിൽ ക്ലിയർ ചെയ്യാം, നോ വറി. സോ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, സോ ഇങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. പിന്നെ പ്രൈസ് താഴേക്ക് വരുന്നത് ABC സ്ട്രക്ചറിനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ABC സ്ട്രക്ചർ. സോ ഈ ഒരു ഫിബൊനാച്ചിനെ ഡിലീറ്റ് ABC സ്ട്രക്ചർ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഈ ട്രെൻഡ് ബേസ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചിയിൽ പെർഫെക്റ്റ് എടുക്കുക, 0 എടുക്കുക, A വെക്കുക, B വയ്ക്കുക. സോ 2 ടൈപ്പ് നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 2 ടൈപ്പ് നമുക്ക് സപ്പോർട്ട് കിട്ടും. മീൻസ് എക്സാക്ട് പ്രോപ്പർ സപ്പോർട്ട് ഏതായിരിക്കും. ഓക്കെ, അതാണ് ഇലിറ്റ് വിക്ടോറി. അതാണ് സുജി കണ്ട ഇവിടെ 127% ആൻഡ് പ്രോപ്പർ 141 കണ്ട ഇവിടെ 141%, പിന്നെ മറ്റേ 61.80% സിങ്ക് കവറുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് 81.20%. സോ ഇതാണ് 61.80% വരുന്നത്. ഇതാണ് ഇലിറ്റ് വിക്ടോറി. എക്സാക്ട്ലി എന്താണ് നടക്കുന്നത് ബോത്ത് സൈഡിൽ നമുക്ക് അറിയാൻ പറ്റും. ആകുമ്പോഴത്തേക്ക് സിയുടെ അകത്ത് 5 മൂവ്സ് ഉണ്ടാവണം, റൈറ്റ്? 5 മൂവ്സ് എൻഡി ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യണം. ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട മൂവ്സ് 5 മൂവ്സ് ഉണ്ടാവണം. ഇതൊക്കെ എല്ലാം നമ്മൾ എല്ലാം കൂടി ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൺഫർമേഷൻ നമുക്ക് ഓൾമോസ്റ്റ് കൺഫർമേഷൻ കിട്ടും. പ്രൈസ് ഇവിടെ നിന്ന് എന്തായാലും ബൗൺസ് ചെയ്യാൻ പോവുക. റിവേഴ്സൽ ആകുമെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളൂ. റിവേഴ്സൽ ആകുമ്പോഴത്തേക്ക് പ്രൈസ് 1 2 3 4 ആയിട്ട് സപ്പോസ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു താഴെ നിന്ന് മുകളിലേക്ക് കയറാൻ, എന്നിട്ട് 1 2 3 4 5 മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ പ്രൈസ് റിവേഴ്സ് ആകാൻ പോവാം. ബട്ട് ബൗൺസസ് തരാനുള്ള ചാൻസ് ഉണ്ട്. ബൗൺസ് മതിയല്ലോ ഒരു സ്കാൽപ്പർ. നമ്മളെല്ലാവരും സ്കാൽപ്പറാണ്. ഇവിടെ ആരും പ്രോപ്പർ ട്രേഡ് ചെയ്യുന്ന ആളല്ല. സ്കാൽപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 10 20 പോയിൻറ്റ്സ് പിടിക്കുന്ന ആളുകൾ എല്ലാവരും സ്കാൽപ്പേഴ്സാണ്. 50 100 പോയിൻറ്റ്സ് ആരാണ് എടുക്കുന്നത്? സോ അത് നോക്കിയാൽ വേണ്ട, അതെല്ലാവരും സ്കാൽപ്പേഴ്സാണ്. സ്കാൽപ്പ് ചെയ്യുക ആൻഡ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സോ ഇതാണ് നാളത്തേക്ക് നമുക്ക് നോക്കാനുള്ളത്. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം, ബാങ്ക് നിഫ്റ്റിയിൽ പോകാം. ബാങ്ക് നിഫ്റ്റി ലെൻസസ് ബാങ്ക് നിഫ്റ്റി ഇത് ട്രാപ്പ് ചെയ്തല്ലോ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് കണ്ട, ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. ഇതാ. സോ എന്താ ഇത് A, ഇത് B, ഇത് C. നിങ്ങൾ ABC എന്താണ്? ഓക്കെ, ചിലപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഇഷ്യൂ ഉണ്ടാവും. ഞാൻ ഈസിലി ഇത് പറഞ്ഞു, ഇത് A ആണ്, ഇത് B ആണ്, C ആയി. ഇത് ടോട്ടൽ ABC കംപ്ലീറ്റ് 3 മൂവ്സ് ആയ A ആയി. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഒരു കുഴപ്പമൊന്നുമില്ല. ചോദിക്കുക. എനിക്ക് മസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചാലേ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല. നിങ്ങൾ എത്ര പേര് നിങ്ങൾ എത്തി പഠിച്ചിട്ട് ഓർ അപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ചുകൂടി കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ. ക്ലിയർ ക്വസ്റ്റ്യൻ 2-3 പേര് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. ബട്ട് എല്ലാവരും കൂടി ചോദിക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, സോ ഇത് ഞാൻ പറയാം. ഇത് പ്രൈസ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 2 3 ഈ മൂവ്സിൽ 3 മൂവ്സിലാണ് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇത് കണ്ടോ, 1 2 3. ഓക്കെ, പിന്നെ വരുന്ന 4th ഫോളാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കും ഇത് 4th ഫോൾ അല്ല. ഇത് നോക്കിയൊക്കെ, ഇത് എത്ര പോയിൻറ്റ്സാണ്? ചെറിയ പോയിൻറ്റ്സ് ഉണ്ട്, റിട്രേസ്മെൻറ്റ് ഉള്ളൂ. ഇത് കൂടുതൽ പോയിൻറ്റ്സിൻ്റെ റീട്രേസ്മെൻ്റ് ആണ്. ഇത് കണ്ട, ഇവിടുന്ന് വന്ന പോലെ ഫോൾ കൂടുതലാണ്. സോ അത് കൗണ്ടേ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഇവിടെ വരെ തീർന്നു നിന്ന് A ആയി, ഇത് B ആയി. ടൈം ടേക്കിംഗ് കൂടിയാണ്, കൺസോളിഡേഷൻ കൂടുതലാണ്. ഇവിടെ കണ്ട ടൈം ടേക്കിംഗ്. പിന്നെ പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ അവിടെ തീർന്നു, പിന്നെ താഴേക്ക് വന്നു. സോ C ആയി. ഇവിടെ പ്രൈസ് C ആയി. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ കിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം. ഇത് പ്രൈസ് ഇങ്ങനെ പോയി A, ഇത് B ആയി, ഇത് C ആയി. ഓക്കെ, ഇവിടെ C തീർന്നു. ബട്ട് സിയിൽ നിങ്ങൾക്ക് ഇത് 3rd കൗണ്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കത് എങ്ങനെ ഇത് 1, ഇത് 2, ഇത് 3, ഇതിപ്പോൾ 4th ഓൺഗോയിങ് ആണ്. ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്ത് 3rd ക്രോസ് ചെയ്താൽ മാത്രമേ 5th കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3rd വേവിൻ്റെ ഹൈ ക്രോസ് ചെയ്താലേ അപ്പോഴാണ് 5th പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് പ്രൈസ് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഡേ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയി. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആയി. പ്രൈസ് എന്ത് ചെയ്തു? ഇതിൻ്റെ ബില്ലും ആയി. 2 ലോ എനി ഹൗ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 2 ലോ മാർക്കറ്റ് എനി ഹൗ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. പ്രൈസ് ഇമ്പൾസീവ് മൂവിലാണെങ്കിൽ. ഓക്കെ, കറക്ഷൻസിലാണെങ്കിൽ ഓക്കെ, ഇമ്പൾസീവ് മൂവിലാണെങ്കിൽ. സോ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തു? ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ദാറ്റ് മീൻസ് പ്രൈസ് സ്ട്രക്ചർ കൺസോളിഡേഷൻ ഫേസിലാണ്. വീക്കാണെന്ന് പറയാം, ഓർ കൺസോളിഡേഷൻ ഫേസിലാണ്. അതാണ്. സോ മീൻസ് പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ 3rd ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാതെ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. സോ കൺസോളിഡേഷൻ ആണ്. ഇത് ഇത്ര ഈസി മനസ്സിലാകുന്ന സ്ട്രക്ചർ അല്ല. ടൈം എടുക്കും, ടൈം ടേക്കിംഗ് ആണ്, ഒത്തിരി നാളെ എടുക്കും. ബട്ട് എക്സ്പേർട്ടായ സൂപ്പർ ഓസം ഗ്രേറ്റ് ആയി.
അത് എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ലെറ്റ് വിത്ത് തിയറി. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാണ്ട് ലെറ്റ് വിത്ത് തിയറി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ആർക്കും ബേസിക് അറിയില്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ലെറ്റ് വിത്ത് തിയറി എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് മാത്രമേ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം. ചിലർ പഠിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേവ് 1 കിടക്കാം. അത് ഒത്തിരി സമയം എടുക്കും. എന്നുവെച്ചാൽ ലോങ് വീഡിയോ ആയി പോകും. അത് എത്ര ലോങ്ങോ എനിക്കറിയില്ല, കാരണം ഞാൻ എക്സ്പ്ലനേഷൻ അങ്ങനെ തരുള്ളൂ. എനിവേ, സോ ഇതായിരുന്നു അത്. ഇതിൻ്റെ ഫുൾ ABC 3 മൂവ്സ് ആയ അത് A ആണ്. 3 മൂവ്സ് ആയ അത് A ആണ്. ശ്രദ്ധിക്കുക. ലേണിംഗ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, കാണുന്ന മതി. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് ഇതിൻ്റെ ഹൈ ആണ്. ഓക്കെ, സോ പ്രൈസ് ഇനി ഫുൾ ഓവറോൾ ബിയുടെ അകത്താണ്. സോ ഇതിൻ്റെ സപ്പോർട്ട് നാളെ നിഫ്റ്റിയുടെയും ഇതിൻ്റെ സപ്പോർട്ട്. സോ ശ്രദ്ധിക്കുക, ABC ഇവിടെ A 3 മൂവ്സ് എന്ന് പറഞ്ഞാൽ A ആൻഡ് സ്റ്റിൽ B ആണ്. ഓക്കെ, സോ ബിയിലാണ് ഇപ്പോൾ പ്രൈസ് ഉള്ളത്. സോ B എത്ര വരെ പോകാം? 81.20% ഓർ 100% വരെ പോകാം. സോ 81.20% ബ്രേക്ക് ചെയ്താൽ 100% പ്ലേ ചെയ്തു. 100% ബ്രേക്ക് ചെയ്യാൻ 101 B ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകും. ബിയുടെ അകത്ത് മൂവ്സ് കൗണ്ട് ചെയ്തു എത്ര ഉണ്ടാവും? ഈ താഴെ വന്ന് ഫോൾ 1 2 3 4 5. ശ്രദ്ധിക്കുക, ബിയുടെ 5 or 7 മൂവ്സൊക്കെ ഉണ്ടാകും. അത് അപ്കമിങ് ടൈമിൽ നമുക്ക് ഫുൾ പഠിക്കാം. അതൊക്കെ അല്ല ഇപ്പോൾ എന്താ ചെയ്യുന്ന ആളെ ഇത് നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയ ഇത് പ്ലേ ചെയ്യാം. പിന്നെ 111% പ്ലേ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് പ്ലേ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ മുകളിലേക്ക് പ്ലേ ചെയ്യാം. മുകളിലേക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ സിയിൽ 5 മൂവ്സ് ഉണ്ടാകും. സി പോവുകയാണെങ്കിൽ 5 മൂവ്സ് മുകളിലേക്ക് ഉണ്ടാകും. ഓക്കെ, റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ മാത്രമേ സെൻസെക്സ് പോകാം. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് സെൻസെക്സ്, നോ ചേഞ്ചസ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. പ്രൈസ് എവിടെ വരയ്ക്ക് പോകും? ഐ തിങ്ക് 81.20% നാളെ ടച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, 61 ബോത്ത് ഇൻഡെക്സ് നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് സപ്പോർട്ട് ആൻഡ് സെക്കൻഡ് സപ്പോർട്ട്. ബട്ട് റിവേഴ്സൽ തരുമ്പോൾ പ്രൈസ് നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിം ഏതാണ് അവിടെ നിന്ന് പ്രൈസ് സപ്പോസ് ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കുന്നു. സോ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ 1 2 3 4 5 ആയിട്ടേ മുകളിലേക്ക് പോകുള്ളൂ. വീഡിയോ ഡെയിലി കാണണം. ഇനി ഞാനിത് തന്നെ പറയുള്ളൂ. ആ ഇമ്പൾസീവ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഡെയിലി കാണണം. ഡെയിലി അത് ലൈവ് മാർക്കറ്റ് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറും കിട്ടും. ഇനിയും നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ലെവർ ചെയ്യാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇത് A, ഇത് B, ഇത് C കംപ്ലീറ്റ് ആയി. ആൻഡ് ABC കംപ്ലീറ്റ് ആയിട്ട് ബിഗർ സ്മോൾ ഇത് ABC ബിഗർ A ആയി. ഫുൾ A B ആണ്. ദാറ്റ് മീൻസ് കൺസോളിഡേഷൻ പീരിയഡിലാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് കൺസോളിഡേഷനിലാണ് ഇപ്പോൾ. എത്ര വരെ പോകും? മിനിമം റേഷ്യോസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. 51 61.80%, 81.0% ആണ് മിനിമം റേഷ്യോസ്. സോ ഇവിടെ വരെ 81.0% കൺസോളിഡേഷൻ ഫേസ് ആണെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് തന്നെ ഞാനിപ്പോൾ കാണുന്നുള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉള്ളൂ. ബുള്ളിഷ് മൂവ് എപ്പോൾ വരിക? ബുള്ളിഷ് മൂവ് ഇതിൻ്റെ ക്രോസ് ഇത് കണ്ട ഇതിൻ്റെ അബവ് മാത്രമേ ബുള്ളിഷ് മൂവ് വരുള്ളൂ. ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈനിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.